Guys, so in this video we are going to discuss about the major language families in this world. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA പേപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് എന്നുള്ള പേപ്പറിൽ പഠിക്കാനുള്ള ഒരു മേജർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ലാംഗ്വേജ് ഫാമിലീസ് ഇൻ ദിസ് വേൾഡ്. ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 11 വരുന്ന ലാംഗ്വേജ് ഫാമിലീസ് ടോട്ടലായിട്ട് വരുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. അവരുടെ കോൺട്രിബ്യൂഷനും അതിൽ നിന്നുള്ള ചേഞ്ചസും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തിനാണ് ഒരു ഫാമിലി എന്ന് പറയുക? അതായത് ഒരു സെയിം കൾച്ചർ, ഒരു സെയിം റിലീജിയൻ, അതേപോലെ തന്നെ ഒരു സെയിം സൊസൈറ്റൽ വാല്യൂസ് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുക? ഫാമിലി എന്ന് പറയുക. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഫാമിലി എന്നുള്ള സെൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജ് അത് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ മലയാളം സംസാരിക്കുന്നുണ്ട്, ഇപ്പം എന്ത് ചെയ്യണം? ഒരു കൂട്ടം മലയാളം സംസാരിക്കുന്നവരുടെ ആ സംഘടന അല്ലെങ്കിൽ ആ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഒരു ലാംഗ്വേജ് ഫാമിലി എന്ന് വിളിക്കുന്നത്. അപ്പം അത്തരത്തിൽ വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജ് ഫാമിലീസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലെ ടോപ്പിക്കായിട്ട് തന്നെ വരുന്നത്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, there are about 250 to 300 distinctive language families in this world, but only a few have been studied in detail. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ലോകത്ത് 250 മുതൽ 300 വരെ ഡിസ്റ്റിങ്റ്റീവ് ലാംഗ്വേജ് ഫാമിലി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്താണ്, ചില ലാംഗ്വേജ് ഫാമിലീസിനെ കുറിച്ച് മാത്രമേ നമുക്ക് ഡേറ്റ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചുള്ള അറിവ് മാത്രമേ പഠനം നടത്തിയവർക്കും റിസർച്ചേഴ്സിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് സൈനോ ടിബറ്റൻ ലാംഗ്വേജ് ഫാമിലി. ഓക്കെ, അപ്പോൾ സിൻസ് ഇറ്റ്സ് ലാംഗ്വേജ് ആർ സ്പോക്കൺ ബൈ മോർ ദാൻ ദോസ് ഓഫ് അതർ ലാംഗ്വേജ് ഫാമിലീസ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ഫാമിലി ആയിരുന്നു സൈനോ ടിബറ്റൻ ലാംഗ്വേജ് ഫാമിലി. ഓക്കെ, ഇനിയാണ് നമ്മൾ ലാംഗ്വേജ് ഫാമിലീസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 11 വരുന്ന ലാംഗ്വേജ് ഫാമിലീസ് ലോകത്തിൽ ഓൾ ഓവർ ദ വേൾഡ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഡോ യൂറോപ്യൻ, സൈനോ ടിബറ്റൻ, നൈജർ കോങ്കോ, Afro-Asiatic, Austronesian, Dravidian, Austroasiatic, Altaic, Uralic, and Caucasian. So these are the major language families that existed in this world. ഈ ലാംഗ്വേജുകളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് കാണപ്പെടുന്ന പലതരം ലാംഗ്വേജും ഒറിജിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഉപയോഗിക്കാനുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് നോക്കാം? ഫസ്റ്റ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി നോക്കാം. സോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആർ ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജസ്. സോ നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ അധികം സംസാരിച്ചിരുന്ന ഭാഷകളിൽ ഒന്നാണ് എന്ത്? നമ്മൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. ദ ഇൻഡോ യൂറോപ്യൻ റെഫേഴ്സ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് സിൻസ് ജോഗ്രഫിക്കലി ദ ലാംഗ്വേജ് ഗ്രൂപ്പ് സ്പ്രെഡ് ഫ്രം യൂറോപ്പ് ടു വെസ്റ്റ് ടു ഇന്ത്യ ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇൻഡോ എന്നുള്ളൊരു വേർഡ് കാണുന്നുണ്ട്. ദാറ്റ് ഡിനോട്സ് ദ കോണ്ടിനെന്റ് ഓഫ് ഓർ ദ റീജിയൻ ഓഫ് ഇന്ത്യ. എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ ആ ഇൻഡോ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സിൻസ് ജോഗ്രഫിക്കലി ദ ലാംഗ്വേജ് ഗ്രൂപ്പ് സ്പ്രെഡ് ഫ്രം യൂറോപ്പ് ഇൻ ദ വെസ്റ്റ് ടു ഇന്ത്യ ഇൻ ദ ഈസ്റ്റ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ ലാംഗ്വേജ് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റിലേക്കും, ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തിലേക്കും ഇത് സ്പ്രെഡ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ഇതിനെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി എന്ന് വിളിക്കുന്നത്. Indo European has about 150 languages and about 3 billion speakers. So ഇന്നും എന്താണ് പറയുന്നത്? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് 150ഓളം ലാംഗ്വേജുകൾ വേർതിരിഞ്ഞ് ഉൾത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്രയും വലിയൊരു ലാംഗ്വേജ് ഫാമിലി ആയിരുന്നു ഇൻഡോ യൂറോപ്യൻ. എത്രയുണ്ട്? 3 ബില്യൺ സ്പീക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ 3 ബില്യൺ ആളുകളുണ്ട് എന്ത് ഇന്നും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിൽ നിന്ന് വന്ന ലാംഗ്വേജ് സംസാരിക്കുന്നവരായിട്ട് ഈ ലോകത്ത് ഉണ്ട്. So it includes most of the major languages of Europe, Iranian plateau, much of Central Asia and the Indian subcontinent. സോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ലാംഗ്വേജുകളാണ് ഇന്നും യൂറോപ്പ്, ഇറാൻ, സെൻട്രൽ ഏഷ്യ, ഇന്ത്യ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഭാഷകളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഈ ഭാഷകളൊക്കെ ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്. സോ ദിസ് ഇൻക്ലൂഡ് ഹിന്ദി, ഉറുദു, ബംഗാളി, സ്പാനിഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, ഇംഗ്ലീഷ്. ഇതൊക്കെ വന്നിട്ടുള്ളത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയാണ്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയാണ്. ഓക്കെ,
The major subfamilies are Germanic, Celtic, Italic, Hellenic, Albanian, Armenian, Balto-Slavonic, Slavic and Indo-Iranian. അപ്പോൾ സബ് ഫാമിലീസ് ഇവർക്കുണ്ടായിരുന്ന സബ് ഫാമിലീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണക്റ്റഡ് ഫാമിലീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞൊക്കെയായിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡോ യൂറോപ്യൻ ഫാമിലി. നോ വി ഹാവ് ദിസ് അവർ സെക്കൻഡ് ഫാമിലി വിച്ച് ഈസ് സൈനോ-ടിബറ്റൻ ലാംഗ്വേജ് ഫാമിലി. ഇറ്റ് വാസ് സ്പോക്കൺ ബൈ 1.3 ബില്യൺ പീപ്പിൾ. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1.5 ബില്യണോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈനോ-ടിബറ്റൻ ലാംഗ്വേജസ് ഈ ലോകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് അബൌട്ട് 250 ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡോ യൂറോപ്യൻ 150 ലാംഗ്വേജസ് ആണ് ഉൾത്തിരിഞ്ഞ് വന്നിട്ടുള്ളൂ. പക്ഷേ സൈനോ-ടിബറ്റൻ ലാംഗ്വേജസിലേക്ക് വന്നപ്പോൾ ഇതെന്തായി, സൈനോ-ടിബറ്റൻ ലാംഗ്വേജസിൽ നിന്ന് 250ഓളം വേറെ ലാംഗ്വേജുകൾ പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ചൈനീസ്, ബായ്, കെയ്റൻ, ടിബറ്റോ, ബർമൻ. നമ്മൾ ചൈനീസ് ആയാലും ബായ് ആയാലും ടിബറ്റോ കർമൻ ആയാലും ഭാഷകളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് നമ്മളുടെ സൈനോ-ടിബറ്റൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്. സോ ദിസ് ലാംഗ്വേജസ് ആർ മോണോസിലബിക് ആൻഡ് ടോണൽ. ഇതെന്താണ്, മോണോസിലബിക് ആണ്, ഡബിൾ സിലബിൾസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ കൂടുതൽ സിലബിൾസ് ഉപയോഗിച്ചിട്ടാണ് സ്പീക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടോണലാണ്. ഇതിനൊരു സംസാരിക്കുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു ടോൺ ഉണ്ട്. സം ലാംഗ്വേജസ് ഹാവ് നോൺ ക്ലാസിഫയേഴ്സ്. ഇവരെന്ത് ചെയ്യാറുണ്ട്, നോൺ ക്ലാസിഫയേഴ്സ് ഇതിൽ ഉൾത്തിരിഞ്ഞ ചില ലാംഗ്വേജസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. So that's all about Sino-Tibetan language family. And next we have the Niger-Congo family. It belongs to the African continent. Okay, so ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ഫാമിലി ആയിരുന്നു നൈഗർ-കോംഗോ ഫാമിലി. Most of the widely spoken indigenous language of sub-Saharan Africa belong to this group. ഇപ്പോൾ ആഫ്രിക്കയിലെ തന്നെ ഭൂരിഭാഗം ആളുകളും സംസാരിക്കുന്ന ഭാഷകൾ ഉൾത്തിരിഞ്ഞിട്ടുള്ളത് നൈഗർ-കോംഗോ ഫാമിലിയിൽ നിന്നാണ്. There are about 1,400 distinct language coming under this ഫാമിലി. ഇപ്പോൾ എന്താണ്, 1400ഓളം ഭാഷകൾ നൈജർ-കോംഗോ ഫാമിലിയിൽ നിന്നും ഉൾത്തിരിഞ്ഞിട്ട് വേറെ വേറെ വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 358 മില്യൺ സ്പീക്കേഴ്സ് ഓഫ് ദിസ് ലാംഗ്വേജ്. എന്തുണ്ട്, 358 മില്യൺ സ്പീക്കേഴ്സ് ആണ് നൈഗർ-കോംഗോ ഫാമിലിയിൽ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. സോ അത്രയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫാമിലിയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളവരാണ്. The large number of languages include Swahili, Shona, Xhosa and Zulu. ഈ ഭാഷകളൊക്കെ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, നമ്മളുടെ നൈജർ-കോംഗോ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് Afro-Asiatic language family. This is a major group with 240 languages and 250 million speakers. അപ്പോൾ ആഫ്രോ-ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി, ആഫ്രിക്കയും ഏഷ്യയും കണക്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഫാമിലി ആയിരുന്നു ആഫ്രോ-ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി. ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, 240ഓളം ലാംഗ്വേജുകൾ ഉൾത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോഴും 250 മില്യൺ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു ഇന്നവേ പറയാൻ പറ്റും, അല്ലെങ്കിൽ സ്പീക്കേഴ്സ് നമുക്ക് ഇതിലുള്ളതായിട്ട് കണക്കാക്കാം. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ആൻഷ്യൻ ഈജിപ്ഷ്യൻ, ഹിബ്രു, അർമായിക് ആസ് വെൽ ആസ് നൈജീരിയൻ ലാംഗ്വേജ് ഹൗസ. സോ ഈ ലാംഗ്വേജസ് ഒക്കെ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ആഫ്രോ-ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്. ഓക്കെ, then next we have Austronesian language family. So it's a Malayo-Polynesian family. അപ്പോൾ മലയോ-പോളിനേഷ്യൻ ലാംഗ്വേജ് ഫാമിലി എന്നും കൂടെ അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജ് ഫാമിലിയാണ് ആസ്ട്രോനേഷ്യൻ ലാംഗ്വേജ് ഫാമിലി. സോ ഇറ്റ് ഇൻക്ലൂഡ് 1000 ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. 1000ഓളം ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. 250 മില്യൺ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ 250 മില്യണോളം ആളുകൾ ഇത് സംസാരിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മലയ് ആൻഡ് ഇന്തോനേഷ്യൻ അക്കൗണ്ട് ഫോർ അബൌട്ട് 40 മില്യൺ. ഇതിൽ മലയ് ആൻഡ് ഇന്തോനേഷ്യൻ ലാംഗ്വേജ് സംസാരിക്കുന്നവർ മാത്രം എന്തുണ്ട്, 140 മില്യണോളം വരുന്നുണ്ട്. സോ ഇതിൽ ഉൾത്തിരിഞ്ഞു വന്ന ലാംഗ്വേജസ് ആണ് മഡഗാസ്കർ ഇൻ ആഫ്രിക്ക, ടാഗലോഗ് ഇൻ ഫിലിപ്പീൻസ്, അബോറിജിനൽ ലാംഗ്വേജ് ഓഫ് ഫോമോസ, തായ്വാനിൽ സംസാരിക്കുന്ന ഭാഷയും മഡഗാസ്കർ എന്ന ഭാഷ, അതേപോലെ തന്നെ ടാഗലോഗ് ഫിലിപ്പൈൻസിലെ ഭാഷയൊക്കെ വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്, ഓസ്ട്രോനേഷ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്. സോ നെക്സ്റ്റ് വി ഹാവ് ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി. Geographically, these languages occupy the southern part of India. അപ്പോൾ ഇന്ത്യയുടെ സൗത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ നമ്മൾ കേരള, തമിഴ്നാട്, അതേപോലെ തന്നെ കർണാടക, ആന്ധ്ര കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഭാഷകൾ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, നമ്മളെ ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. 2 North Dravidian languages, namely Karugs and Malto, are spoken in Chotanagar area of southern Bihar. എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ആളുകൾ ബീഹാറിലെ കുറച്ച് ആളുകൾ ഇന്നും ഈ ഭാഷ സംസാരിക്കുന്നുണ്ട്. സൗത്ത് ദ്രവീഡിയൻ ലാംഗ്വേജസ് ആണ് കന്നഡ, തമിഴ്, മലയാളം, തുളു. സെൻട്രൽ ദ്രവീഡിയൻ ലാംഗ്വേജസ് ആണ് തെലുങ്കു, കുയ്, കലാമി, ഗോണ്ടി, പേർജി, കോയ എക്സെട്ര. നോർത്ത് ദ്രവീഡിയൻ ലാംഗ്വേജസ് ആണ്
നമ്മൾ ബീഹാറിൻ്റെ ഏരിയയിൽ സംസാരിക്കുന്നു പറഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ കൊറൂഖാൻ, ഒറാവൻ, മാൾട്ടോ സ്പീക്കേഴ്സ്. ദ്രവീഡിയൻ ലാംഗ്വേജസിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കും: സൗത്ത് ദ്രവീഡിയൻ, സെൻട്രൽ ദ്രവീഡിയൻ, നോർത്ത് ദ്രവീഡിയൻ. അപ്പോൾ സൗത്തിൽ വരുന്നതായിരുന്നു നമ്മളുടെ ഏരിയാസ്, കന്നഡ, തമിഴ്, തെലുങ്ക് തുടങ്ങിയവ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് പാർട്ടിക്ക് ഓരോ എക്സാമ്പിൾ വീതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ആൾട്ടോയിക് ലാംഗ്വേജ് ഫാമിലി. ഇറ്റ് നെയ്മഡ് ആഫ്റ്റർ ദ ആൾട്ടി മൗണ്ടെയ്ൻസ് ഇൻ സെൻട്രൽ ഏഷ്യ. അപ്പോൾ ആൾട്ടോയിക് എന്നുള്ള പേര് വരുന്നത് സെൻട്രൽ ഏഷ്യയിലുള്ള ആൾട്ടി മൗണ്ടെയ്ൻസിന്റെ പേരിൽ നിന്നാണ്. ഓക്കെ, ദ ഫാമിലി സ്ട്രെച്ചർ ഫ്രം തുർക്കി ടു ചൈന. തുർക്കി മുതൽ ചൈന വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ലാംഗ്വേജ് ഫാമിലി ആയിരുന്നു ആൾട്ടോയിക്. ദേ ആർ ഓൾസോ ഫൗണ്ട് ഇൻ സൈബീരിയ ആൻഡ് ഈസ്റ്റ് ഏഷ്യ. സൈബീരിയയിലും ഈസ്റ്റ് ഏഷ്യയിലും ഇത് സംസാരിക്കുന്നുണ്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് തുർക്കിക്, മംഗോളിയൻ, കൊറിയൻ, ജാപ്പനീസ് എക്സെട്ര. ഓക്കെ, ഇപ്പം ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾട്ടോയിക് ലാംഗ്വേജ് ഹാവ് ലോട്ട് ഓഫ് സഫിക്സസ് ദാറ്റ് ക്യാൻ ബി ഗ്ലൂഡ് ഓൺ വൺ ആഫ്റ്റർ ദ അതർ ആൻഡ് ബിൽഡ് അപ്പ് ക്വയറ്റ് കോംപ്ലക്സ് ഐഡിയാസ്. ഓക്കെ, അപ്പോൾ കുറേ സഫിക്സസ് യൂസ് ചെയ്തിരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു നമ്മളുടെ ആൾട്ടോയിക് ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതായിരുന്നു ദ ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി. ദീസ് ലാംഗ്വേജസ് ആർ റെപ്രസെൻറ്റഡ് ബൈ 3 മേജർ ബ്രാഞ്ചസ്. അപ്പോൾ ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുന്നത് 3 ബ്രാഞ്ചസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മോൻഖാമോ, ദിസ് ബ്രാഞ്ച് ഇൻക്ലൂഡ്സ് ഖാസി സ്പോക്കൺ ഇൻ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഹില്ലി ഇന്ത്യ, ജെയിൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ. അപ്പോൾ മേഘാലയയിലെ ജെയിൻഷ്യ ഹിൽസിലും അതേപോലെ തന്നെ ഖാസി സ്പോക്കൺ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഹില്ലി ഇന്ത്യയിലും സംസാരിച്ചിരുന്ന ഇതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന ഒരു ഭാഷയായിരുന്നു മോൻഖാമ. ഓക്കെ, മുണ്ട എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വന്ന അടുത്തൊരു ലാംഗ്വേജ് ആയിരുന്നു, ഓസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലിയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നത്. സോ ദീസ് ആർ ട്രൈബൽ ഗ്രൂപ്സ് ഓഫ് ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ വേരിയസ് പോക്കറ്റ്സ് ഓഫ് സെൻട്രൽ ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ. ഈസ്റ്റേൺ ഇന്ത്യയിൽ, സെൻട്രൽ ഇന്ത്യയിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് മുണ്ട എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നോർത്ത് മുണ്ട, സൗത്ത് മുണ്ട. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഇതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നതായിരുന്നു നിക്കോബരീസ്. This is spoken in Nicobar Islands. All the languages of this family are grouped under tribal language. ഇതൊരു ട്രൈബൽ ലാംഗ്വേജ് ആണ്. നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഉണ്ടാവില്ലേ, അവിടെ സംസാരിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഭാഷയായിരുന്നു നിക്കോബാരീസ് എന്ന് പറയുന്ന ലാംഗ്വേജ്. ഇത് ഉയർന്നു വന്നിട്ടുള്ളത് ദ ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്. And the next we have the Uralic language family. So it is named after the Uralic mountains. Uralic mountains in നിന്നാണ് ഇതിന് Uralic എന്നുള്ള പേര് വരുന്നത്. People originated from the Siberian side of the Ural speak this language. സൈബീരിയൻ സൈഡിലെ യൂറൽസിൽ നിന്ന് ഉയർന്നു വന്നവരാണ് യുറാലിക് ലാംഗ്വേജ് സംസാരിക്കുന്നത്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 30ഓളം ഭാഷകൾ ഉൾത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. യുറാലിക്കിൽ നിന്ന് 25 മില്യൺ സ്പീക്കേഴ്സ് ഉള്ളതായിട്ടാണ് ഇതിന് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി സൈമഡിക് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ ഇൻ ഏരിയാസ് ഓഫ് ദ യൂറൽ മൗണ്ടെയിൻസ് ആൾസോ ഇൻ സൈബീരിയ. സൈബീരിയയിലും അതേപോലെ തന്നെ യൂറൽ മൗണ്ടെയിൻസിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യുറാലിക് ലാംഗ്വേജ് സംസാരിക്കുന്നത്. യൂറോലിക് ഫിനോ Greek languages include Finnish, Lappish, Estonian, Livonian, Caranoian, and Moldavian and Hungarian. അപ്പോൾ ഈ ലാംഗ്വേജസ് ഒക്കെ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, യുറാലിക് ലാംഗ്വേജ് ഫാമിലിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. Then next we have the final one, which is the Caucasian languages. It is a family based on the Caucasus Mountains between the Black Sea and the Caspian Sea. ഇപ്പോൾ ബ്ലാക്ക് സീയുടെയും കാസ്പിയൻ സീയുടെയും ഇടയിലുള്ള കോക്കേസിയൻ മൗണ്ടെയിൻസിനെ ബേസ് ചെയ്തിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഫാമിലി ആയിരുന്നു കോക്കേസിയൻ ലാംഗ്വേജ് ഫാമിലി. ജോർജിയൻ ആൻഡ് ഷെഷൻ ആർ ദ മെയിൻ ലാംഗ്വേജസ്. ജോർജിയൻ അതേപോലെ തന്നെ ഷെഷൻ ലാംഗ്വേജസ് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളത് കോക്കേസിയൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നാണ്. കോക്കേസിയൻ ലാംഗ്വേജ് ഫാമിലി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2, സൗത്ത് കോക്കേസിയൻ ആൻഡ് നോർത്ത് കോക്കേസിയനും. സൗത്ത് കോക്കേസിയനും നോർത്ത് കോക്കേസിയനും എന്നും ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. So this is all about the world famous language families. Hope you all understood the video. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, and thank you.